വഖഫ് നിയമ ഭേദഗതിയിലുണ്ടായ ഭാഗിക സ്റ്റേ മുനമ്പം കമ്മീഷൻ റിപ്പോർട്ടിനെ ബാധിക്കില്ല എന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ. വഖഫ് നിയമം ഏതെങ്കിലും രീതിയിൽ മുനമ്പത്തെ ബാധിച്ചാൽ അതിൽ നിന്ന് മുനമ്പം നിവാസികളെ രക്ഷിക്കാനുള്ള ശുപാർശകളാണ് കമ്മീഷൻ നൽകിയതെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഈ വഖഫ് നിയമം അത് പുതിയ രൂപത്തിലാണെങ്കിലും കൊള്ളാം, പഴയ വഖഫ് നിയമമാണെങ്കിലും കൊള്ളാം, ഏതെങ്കിലും രീതിയിൽ മുനമ്പത്തെ ജനങ്ങളെ ബാധിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ സംരക്ഷിക്കണം സംസ്ഥാന ഗവൺമെൻറ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി ജനങ്ങളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് ഒരു കേസും ഒരു സുപ്രീം കോടതിയിലും ഇല്ല. സുപ്രീം കോടതിയിലെ ഈ ഇപ്പോഴത്തെ താൽക്കാല സ്റ്റേ ഈ അമെൻഡഡ് പ്രൊവിഷൻസിൻ്റെ ചില പ്രൊവിഷനെ കുറിച്ചാണ് സ്റ്റേ. അതും ഈ മുനമ്പം കമ്മീഷൻ റിപ്പോർട്ടുമായിട്ടോ ഗവൺമെൻറ് അതിലെടുക്കാവുന്ന തീരുമാനത്തിനെ കുറിച്ചോ ഒന്നും ബാധിക്കുകയില്ല. നിയമം അപ്പോൾ അത് പുതിയ നിയമമാണേലും പഴയ നിയമമാണേലും കോടതി വിധികളാണേലും അന്തിമമായിട്ട് ജനങ്ങൾക്കെതിരായിട്ട് വന്നാൽ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് ഗവൺമെൻറ് ചോദിച്ചേക്കുന്നത്. അത് ഗവൺമെൻറ് എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ശുപാർശകളാണ് കൊടുത്തേക്കുന്നത്. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, വഖഫ് നിയമം ഒരു തരത്തിലും മുനമ്പം നിവാസികളെ ബാധിക്കില്ല, പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ചില ശുപാർശകൾ ഉണ്ട് അതിൽ എന്നാണോ വ്യക്തമാക്കുന്നത്? ആര്യ, മുനമ്പം കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഭാഗിക സ്റ്റേ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സുപ്രീം കോടതിയിൽ നിന്ന് ഇതിൻ്റെ അന്തിമ വിധി വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് മുനമ്പം നിവാസികൾക്കെതിരാകുന്ന സാഹചര്യം വന്നാലും അവിടെയുള്ളവർക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം അങ്ങനെ ഒരു വിധി വരുന്ന സാഹചര്യത്തിലും അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നിയമം എതിരായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ശുപാർശകളാണ് കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുനമ്പം നിവാസികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി തന്നെയാണ് സംസ്ഥാന സർക്കാർ കമ്മീഷൻ നിയോഗിച്ചത്. കമ്മീഷൻ ആ രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് കൊണ്ട് തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാണ്. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.